നമസ്കാരം. സൈനിക വേഷത്തിൽ മേപ്പടിയിലെത്തി മോഹൻലാൽ ഇപ്പോൾ കയ്യടി നേടിയിരിക്കുകയാണ്. വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് ആശ്വാസമേകാനാണ് നടൻ മോഹൻലാൽ വയനാട് മേൽപ്പടിയിൽ ദുരിതാശ്വാസ ക്യാമ്പിൽ തന്നെ എത്തിയത്. ആർമി ക്യാമ്പിൽ എത്തിയത് ശേഷമാണ് ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ ദുരിതം അനുഭവിക്കാൻ എത്തിയവരെ കാണാൻ എത്തിയത്. ദുരിതബാധിതരെ സന്ദർശിച്ച ശേഷം മോഹൻലാൽ ദുരിതഭൂമിയായ മുണ്ടക്കയിലും എത്തി. സൈനിക അകമ്പടിയിലായിരുന്നു ആ യാത്ര. രക്ഷാപ്രവർത്തകർക്ക് ഊർജ്ജമേകുകയാണ് ലാലിന്റെ ലക്ഷ്യം. കേരളത്തിൽ സൈന്യം നടത്തുന്ന ഏറ്റവും ദുഷ്കരമായ രക്ഷാദൌത്യമാണ് മുണ്ടക്കയിലേത്. ഈ സാഹചര്യത്തിലാണ് സേനയുടെ ബ്രാൻഡ് അംബാസിഡർമാരായ ഒരാൾ കൂടി ലാൽ എത്തിയത്. സൈനിക നേതൃത്വത്തിലോടാണ് ലാൽ കാര്യങ്ങൾ തിരക്കിയത്. കൂടിയാലോചനകളും ഉണ്ടായി. അതിനുശേഷമാണ് ദുരന്തബാധിത സ്ഥലത്തേക്ക് പോയത്. അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ ഇന്നലെ സംഭാവന ചെയ്തിരുന്നു. ആദ്യം 25 ലക്ഷം രൂപയാണ് നടൻ നൽകിയത്. എന്നാൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടതിനു ശേഷം മോഹൻലാൽ ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിരുന്നു. ഇവിടെ നടന്നതെല്ലാം തന്നെ അത്ര കഠിനമായ ഒരു സംഭവമാണെന്ന് പറയുന്നു. നേരെ നോക്കിയാലെങ്കിൽ മുകളിലേക്ക് നടന്നാൽ മാത്രമേ അതിന്റെ കാഠിന്യം മനസ്സിലാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ മോഹൻലാലിന്റെ പേരിലുള്ള വിശ്വശാന്തി ഫൗണ്ടേഷനിൽ നിന്ന് അദ്ദേഹം 3 കോടി രൂപ വയനാടിന്റെ മണ്ണിലേക്ക് നൽകുകയാണ്. ഇപ്പോൾ 3 കോടി രൂപ കൊണ്ട് മോഹൻലാൽ വയനാടിന്റെ കണ്ണീരൊപ്പാൻ ശ്രമിക്കുകയാണ്. ആ കാഴ്ചയാണ് എല്ലാവരും കാണുന്നത്. അതോടൊപ്പം തന്നെ മേജർ രവിയും ഭാഗമായിട്ടുള്ള ഈ വിശ്വശാന്തി ഫൗണ്ടേഷന്റെ കീഴിൽ നഷ്ടപ്പെട്ടു പോയ വെള്ളാർ സ്കൂൾ പുതുക്കി പണിയുമെന്നും വിദ്യാർത്ഥികൾക്ക് ഉടൻ തന്നെ വിദ്യാഭ്യാസം തുടരുമെന്നും വാക്ക് നൽകിയിരിക്കുകയാണ്. ഇത് വലിയൊരു അംഗീകാരം തന്നെയാണെന്ന് പറയുന്നു. വലിയ ഒരു കാര്യം തന്നെയാണ് മോഹൻലാൽ ചെയ്തതെന്ന് എല്ലാവരും കൈയടിച്ചു പറയുന്നുണ്ട്. ഇന്നലെ 25 ലക്ഷം രൂപ വൈകിട്ട് നൽകിയതിനു ശേഷമാണ് വയനാട്ടിലേക്ക് താൻ തിരിച്ചിട്ടുണ്ട് എന്ന് മോഹൻലാൽ എല്ലാവരും അറിയിച്ചത്. ഇതിനെ തുടർന്ന് എല്ലാവരും മോഹൻലാൽ വയനാട്ടിലേക്ക് എത്തുന്നത് കാണുകയായിരുന്നു. ആദ്യം ആർമി തങ്ങുന്നിടത്തേക്കാണ് ആദ്യം എത്തിയത്. അതിനുശേഷം അവിടുന്ന് യൂണിഫോം ധരിച്ച് മോഹൻലാൽ ദുരിതഭൂമിയിലേക്ക് എത്തുകയായിരുന്നു. ദുരിതഭൂമിയിൽ ചെളിയൊക്കെ നിറഞ്ഞതൊന്നും സാരമാക്കാതെ അവിടെ ഇറങ്ങി അവർക്ക് വേണ്ടി സംസാരിക്കുകയും അതിനുശേഷം രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ചെയ്തു. അവിടെയുള്ള സ്ഥലങ്ങളെല്ലാം കണ്ടതിനു ശേഷം സന്ദർശിച്ച് അവിടെ ക്യാമ്പിൽ കഴിയുന്നവരെയും ഹോസ്പിറ്റലിൽ കഴിയുന്നവർക്കൊക്കെ തന്നെയും ആശ്വാസവാക്ക് നൽകിയതിനു ശേഷമാണ് മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ തന്നെയാണ് പറഞ്ഞത്, കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഞാൻ എന്റെ സംഭാവന നൽകിയിരുന്നു. ഇനി അത് കൂടാതെ ഞാൻ കൂടി ഭാഗമായിട്ടുള്ള എന്റെ സ്വന്തം ഫൗണ്ടേഷനായ വിശ്വശാന്തി ഫൗണ്ടേഷൻ ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ തന്നെ 3 കോടി രൂപ ആദ്യം ഇപ്പോൾ വയനാട്ടിലുള്ളവർക്ക് നൽകാനാണ് താൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും മോഹൻലാൽ അറിയിച്ചു. ഇതിന് പിന്നാലെ തന്നെ മേജർ രവി കൂടി ഭാഗമായ അദ്ദേഹം വെള്ളാർ സ്കൂള് പുതുക്കി പണിയുമെന്നും വിദ്യാഭ്യാസത്തിന് ഒരിക്കലും ഒരു മാറ്റമുണ്ടാകരുതെന്നും കുട്ടികൾ പഠിക്കട്ടെ എന്നും അവർക്കുള്ള വിദ്യാഭ്യാസത്തിന്റെ കാര്യങ്ങളും ഏറ്റുകൊണ്ട് ഇപ്പോൾ അവർ പ്രസ്താവന നടത്തുകയാണ്. ഇതിലൂടെ തന്നെ സോഷ്യൽ മീഡിയയിൽ കയ്യടി നേടുകയാണ് മോഹൻലാൽ. കഴിഞ്ഞ 2 ദിവസത്തിലേറെയായി തന്നെ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നടൻ മോഹൻലാൽ ഒന്നും പ്രതികരിച്ചില്ല എന്നും മോഹൻലാൽ എവിടെയെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ നിരവധി പേർ ചോദിക്കുന്നുണ്ടായിരുന്നു. മമ്മൂട്ടി അടക്കമുള്ള വലിയ താരങ്ങളും ചെറിയ താരങ്ങളും എല്ലാം വലിയ സംഭാവനകൾ നൽകിയപ്പോൾ മോഹൻലാൽ ഒരു വാക്ക് പോലും കുറിച്ചില്ല എന്നതായിരുന്നു എല്ലാവരുടെയും പരാതി. ഇപ്പോൾ അതെല്ലാം പാടെ മായ്ച്ചുകൊണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഇപ്പോൾ ദുരിതഭൂമിയിൽ കയ്യടി നേടുകയാണ് നമ്മുടെ ലഫ്റ്റനന്റ് കേണൽ മോഹൻലാൽ. അദ്ദേഹത്തിന്റെ ഒരു പ്രവൃത്തി തന്നെയാണ് ഇപ്പോൾ വയനാട് ആളുകളുടെ കണ്ണീരൊപ്പുന്നത്. എനിക്ക് ഈ സ്ഥലത്തിനോടൊരു പ്രത്യേക സ്നേഹമുണ്ട്. പണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് മോഹൻലാൽ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എനിക്ക് ഈ സ്ഥലത്തിനോടൊരു സ്നേഹം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവരെ സഹായിക്കാൻ ഇപ്പോൾ തീരുമാനിച്ചത്. ആദ്യം 3 കോടി രൂപ നൽകും. പിന്നീട് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫൗണ്ടേഷൻ ഇവിടെ എത്തിക്കും. അത്യാവശ്യം നോക്കി തന്നെ ഞങ്ങൾ ചെയ്യുമെന്നും ആദ്യം ഇപ്പോൾ 3 കോടിയുടെ ആവശ്യമാണ് ഏറ്റവും അടിയന്തരമായി ഉള്ളതെന്നും മോഹൻലാൽ പറഞ്ഞു. 2018 മഹാപ്രളയ സമയത്ത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് മോഹൻലാൽ സംഭാവന നൽകിയിരുന്നു. ദുരന്ത പുനരധിവാസത്തിന് പ്രത്യേകതകൾ അടക്കം ലാൽ മനസ്സിലാക്കും. അച്ഛന്റെ പേരിലുള്ള സന്നദ്ധ സഹായ സംഘടനയിലൂടെ മുണ്ടക്കയിലെ ചൂരൽമലയിലും കൂടുതൽ സഹായം ലാൽ എത്തിക്കുമെന്ന ആദ്യമേ വാഗ്ദാനമുണ്ടായിരുന്നു. ടെറിട്ടോറിയൻ ആർമിയിൽ ലഫ്റ്റനന്റ് കേണലായ മോഹൻലാൽ കോഴിക്കോട് നിന്ന് റോഡ് മാർഗമാണ് വയനാട്ടിലേക്ക് എത്തിയത്. സൈനിക ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചർച്ച നടത്തി. ടെറിട്ടോറിയൻ ആർമിയും രക്ഷാപ്രവർത്തനത്തിൽ സജീവമാണ്. ഈ സാഹചര്യത്തിലാണ് ലാലിന്റെ വയനാട്ടിലേക്കുള്ള വരവ്. നേരത്തെ ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ കുറിച്ച് മോഹൻലാൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു. ലഫ്റ്റനന്റ് കേണൽ കൂടിയായ മോഹൻലാൽ മേപ്പാടി എത്തിയപ്പോൾ സൈന്യം സ്വീകരിച്ചു. സൈനിക യൂണിഫോമിലാണ് മോഹൻലാൽ എത്തിയത്. ദുരിതാശ്വാസ ദൌത്യത്തിൽ മുൻനിരയിൽ നിന്ന് എന്റെ 122 ഇൻഫൻട്രി ബറ്റാലിയൻ TA മദ്രാസിന്റെ പ്രയത്നങ്ങൾക്ക് മോഹൻലാൽ നന്ദി അറിയിച്ചിട്ടുണ്ടായിരുന്നു. വയനാട് ജില്ലയിലെ മേപ്പാടിയിലെ മുണ്ടക്കൈ ദുരന്തഭൂമിയായിരിക്കുകയാണ്. രക്ഷാപ്രവർത്തനം 6 സോണുകളിൽ നടത്തുകയാണ്. കാണാമറയത്ത് ഇനിയും ഒരുപാട് പേരുണ്ട്. രക്ഷാപ്രവർത്തനം നടത്തുന്നവരെ സല്യൂട്ട് ചെയ്യുകയാണ്. ദുരന്തമുഖത്ത് ധീരതയോടെ അക്ഷരം തങ്ങളുടെ പ്രവർത്തനങ്ങൾ നടത്തുന്ന നിസ്വാർത്ഥരായ സന്നദ്ധ പ്രവർത്തകർ, പോലീസുകാർ, ഫയർ ആൻഡ് റെസ്ക്യൂ, NDRF, സൈനികർ, സർക്കാർ ഉദ്യോഗസ്ഥർ,
തുടങ്ങി അക്ഷരം പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിയെയും അഭിവാദ്യം ചെയ്യുന്നു. മുമ്പും നമ്മൾ വെല്ലുവിളികൾ നേരിട്ടിട്ടുണ്ട്, കൂടുതൽ ശക്തരാവുകയും ചെയ്തിട്ടുണ്ട്. ദുഷ്കരമായ സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒറ്റക്കെട്ടായി നിൽക്കാനും ഐക്യത്തിന്റെ ശക്തി കാണിക്കാനും താൻ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുവെന്നാണ് കഴിഞ്ഞ ദിവസം മോഹൻലാൽ വിശദീകരിച്ചത്.